യുക്രൈനിൽ റഷ്യൻ ആക്രമണം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രാത്രിയിലും കീവിൽ അതിരൂക്ഷ ആക്രമണം തുടർന്ന് റഷ്യൻ സേന. ജനങ്ങളോട് ഷെൽട്ടറിന് പുറത്തിറങ്ങരുതെന്ന് ആവർത്തിച്ച് നിർദ്ദേശം നൽകുകയാണ് യുക്രൈൻ. അതേസമയം റഷ്യയ്ക്കുമേൽ നിയന്ത്രണം കടുപ്പിച്ച് ലോകബാങ്ക്. വിവിധ പദ്ധതികൾ ലോകബാങ്ക് അവസാനിപ്പിച്ചു. 7 പ്രധാന റഷ്യൻ ബാങ്കുകളെ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കി. അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് റഷ്യയുടെ റേറ്റിംഗ് താഴ്ത്തി. ഒറാക്കിൾ റഷ്യയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യൂറോപ്പിലെത്തും. 6 ദിവസം നീളുന്ന സന്ദർശനത്തിൽ നാറ്റോയുമായും യൂറോപ്യൻ യൂണിയനുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി വാർ ഡെസ്കിൽ നിന്നും സരുൺ എ ജോസ് ആണ് ചേരുന്നത്. സരുൺ, എന്താണ് യുദ്ധം സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, കീവ് നഗരം, തലസ്ഥാനമായ കീവ് നഗരം ലക്ഷ്യമിട്ടാണ് റഷ്യ ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഇതുവരെ ഈ രാത്രിയിൽ 4 തവണ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായെന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ കീവിലും അതുപോലെ തന്നെ കീവ് പ്രവിശ്യയിലും അടക്കം വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കീവ് പ്രവിശ്യയ്ക്ക് പുറമെ ചെർണോബിൽ, സപ്പോറിസ്യ തുടങ്ങി 5ഓളം പ്രവിശ്യകളിലാണ് ഇപ്പോൾ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 4 വലിയ സ്ഫോടനങ്ങൾ അവിടെ കീവ് നഗരത്തിന് സമീപം ഉണ്ടായെന്ന ആണ് റിപ്പോർട്ടുകൾ. ഇവിടെ മെട്രോ സ്റ്റേഷന് സമീപവും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷന് സമീപവും വലിയ സ്ഫോടനങ്ങൾ കേട്ടെന്നാണ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ഈ റെയിൽവേ സ്റ്റേഷനുകളിലടക്കം ആളുകൾ ഇപ്പോഴും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇടമാണ്. മെട്രോ സ്റ്റേഷനിൽ 15,000-ഓളം പേർ ഇപ്പോൾ ഈ സുരക്ഷ തേടി മെട്രോ സ്റ്റേഷനിൽ കഴിയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം തന്നെ യുക്രൈനിയൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നു 1 ലക്ഷത്തോളം പേർക്ക് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ അഭയം സുരക്ഷിതമായി കഴിയാൻ സാധിക്കുമെന്ന്. അങ്ങോട്ട് കൂടുതൽ പേർ എത്തണമെന്ന നിർദ്ദേശം നേരത്തെ യുക്രൈനിയൻ സർക്കാർ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കീവ് നഗരത്തിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ചർച്ച സംബന്ധിച്ച കാര്യമാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകൾ. ആദ്യവട്ട ചർച്ച ബെലാറൂസ് അതിർത്തിയായ ഗോമലിൽ വെച്ച് നടന്നിരുന്നു. ഈ രണ്ടാമത്തെ ചർച്ച ഇന്നലെ വൈകിട്ട് നടക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാവിലെ ചർച്ച നടന്നേക്കുമെന്ന് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ഈ ബെലാറൂസ് പോളിഷ് അതിർത്തിയിൽ വെച്ച് ചർച്ച നടന്നേക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ. അവിടേക്ക് യുക്രൈൻ പ്രതിനിധികൾ എത്തിയെന്നുള്ള റിപ്പോർട്ടുകളെല്ലാം ഇന്നലെ വൈകിട്ട് പുറത്തു വന്നിരുന്നു. പക്ഷേ ചർച്ച തുടങ്ങിയത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ യുക്രൈൻ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അമേരിക്കയുടെ നിർദ്ദേശമാണ് അവർ ഈ ചർച്ചയിൽ പറയുന്ന തരത്തിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തിയതിനു ശേഷം ചർച്ച മതി എന്ന നിലപാട് യുക്രൈൻ പ്രതിനിധികൾ എടുത്തുന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. സെലൻസ്കി കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തന്നെ പ്രതികരിച്ചു. ഞങ്ങൾ ആളുകളെ ചർച്ചയ്ക്ക് അയക്കും, പക്ഷേ ഈ സമാധാനം കൈതരണമെന്ന തരത്തിലായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. അതേസമയം തന്നെ ലോക രാജ്യങ്ങൾ ഈ റഷ്യക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ്. റഷ്യക്കെതിരെയുള്ള നടപടികൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. റഷ്യയുടെ 7 പ്രധാന ബാങ്കുകളെയാണ് സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കിയത്. ലോകബാങ്ക് ഇവിടെ റഷ്യയിൽ പദ്ധതികൾ അവസാനിപ്പിച്ചു. റഷ്യയിലെയും ബെലാറൂസിലെയും പദ്ധതികളാണ് ലോകബാങ്ക് അവസാനിപ്പിച്ചിരിക്കുന്നത്. യുക്രൈൻ റഷ്യയുടെ ആക്രമണത്തിൽ 752 സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത്. അതേസമയം തന്നെ റഷ്യക്കെതിരെ അന്താരാഷ്ട്ര കോടതി യുദ്ധപ്രശ്നത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രതിനിധി യൂറോപ്പിലേക്ക് ആന്റണി ബ്ലിങ്കൻ യൂറോപ്പിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ മറ്റ് നയതന്ത്ര പ്രതിനിധികളുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കിരൺ, ഇപ്പോഴും പകലും രാത്രിയും എന്ന വ്യത്യാസമില്ലാതെ അതിരൂക്ഷമായ പോരാട്ടം തന്നെ തുടരുകയാണല്ലേ? നേരത്തെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ലോങ് മാർച്ച് പോലെ കിലോമീറ്ററുകൾ നീളുന്ന അവരുടെ ടാങ്കർ വ്യൂഹമെല്ലാം കൂടി കീവിലേക്ക് നീങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ഉണ്ടോ? കിരൺ, കിഴക്ക് ഭാഗത്ത് കഴിഞ്ഞ ദിവസം തന്നെ ആക്രമണം ശക്തമായിരുന്നു. ഇവിടെ ഈ
ഈ ഹാർക്കീവ് നഗരം ലക്ഷ്യമിട്ട് വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ സേന നടത്തിയത്. ഇവിടെ ഫ്രീഡം സ്ക്വയർ, നമ്മൾ ആദ്യം കണ്ടിരുന്നു, ഫ്രീഡം സ്ക്വയർ ലക്ഷ്യമിട്ടുള്ള വലിയ സ്ഫോടനം റഷ്യ നടത്തിയതിന് പിന്നാലെ ഈ സിറ്റി സെന്ററിന്റെ പല ഭാഗത്തും തുടർ സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. ഹാർക്കീവിൽ വലിയ നാശനഷ്ടമാണ് ഈ റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഹാർക്കീവ് നഗരം പൂർണ്ണമായും റഷ്യയുടെ അധീനതയിലാണെന്ന് റഷ്യൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അതിൽ യുക്രൈൻ അത് സമ്മതിച്ച് നൽകുന്നില്ല. പക്ഷെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഈ ഹാർക്കീവ് നഗരത്തിൽ റഷ്യ സേന ഉണ്ടാക്കി. ഈ കീവ് കഴിഞ്ഞാൽ യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ഹാർക്കീവ്. അവിടെ വലിയ ആ നഗരം മുഴുവൻ തങ്ങളുടെ അധീനതയിലാണെന്നാണ് ഇപ്പോൾ റഷ്യയുടെ അവകാശവാദം. അതുപോലെ തന്നെ തെക്കൻ ഭാഗത്തുള്ള പ്രവിശ്യയായ ഖേർസണിൽ നേരത്തെ തന്നെ റഷ്യൻ സേന അവകാശപ്പെടുന്നുണ്ട്, യുദ്ധം തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ അവകാശപ്പെടുന്നുണ്ട് ഈ പ്രവിശ്യ തങ്ങളുടെ നിയന്ത്രണത്തിലായെന്ന്. പക്ഷേ അത് യുക്രൈൻ സർക്കാർ സമ്മതിച്ചു നൽകിയിരുന്നില്ല. പക്ഷേ ഖേർസൺ ഈ റഷ്യയുടെ നിയന്ത്രണത്തിൽ തന്നെയാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഈ റഷ്യയോട് അതിര് പങ്കിടുന്ന, ക്രീമിയോട് അതിര് പങ്കിടുന്ന ബെലാറൂസുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശങ്ങൾ മുഴുവൻ റഷ്യൻ സേന എത്തിയെന്ന് വേണം കരുതാൻ. കാരണം ഈ കീവിന് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് മാത്രമാണ് റഷ്യൻ സേന കാര്യമായി ആക്രമണം നടത്താത്തത്. ഈ കിഴക്കൻ മേഖലയിലും തെക്ക് കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തും ഉള്ള പ്രവിശ്യകൾ മുഴുവൻ റഷ്യൻ സേന എത്തി വലിയ രീതിയിൽ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഈ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ റഷ്യൻ സേന കാര്യമായി അറ്റാക്ക് ചെയ്യാതിരിക്കുന്ന ഭാഗങ്ങൾ. ശരി, സരുൺ ഏജസ് ആണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യം ഒഴിപ്പിക്കും. മോദി പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെ ഇന്നലെ രാത്രി ക്രെംലിൻ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കാരെ യുക്രൈൻ സൈന്യം മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്ന് റഷ്യ ആരോപിച്ചു. ഇന്ന് 15 വിമാനങ്ങൾ കൂടി ഇന്ത്യയിലെത്തും. പലതരത്തിലുള്ള ചർച്ചകൾ ഇന്നലെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഹാർക്കീവിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലാണ് പ്രധാനമന്ത്രി പുടിനുമായി സംസാരിച്ചത്. ഈ ചർച്ചയെ തുടർന്നാണ് റഷ്യൻ സൈന്യം തന്നെ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്യാം എന്നുള്ള ഉറപ്പ് ലഭിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് എംബസിയിൽ നിന്നും എത്രയും വേഗം വീടുകളിൽ നിന്ന് അവർ ആ സ്ഥലത്ത് നിന്ന് ഹാർക്കീവിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഏത് വിധേനയും ആ മറ്റ് 4 നഗരങ്ങളിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശം വന്നത്. പക്ഷേ പലർക്കും പോകാനാവാതെ രാത്രിയും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എങ്ങനെയാണ് ഹാർക്കീവിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു തുടങ്ങിയോ, അതോ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അഭിലാഷ്, എങ്ങനെയാണ് ഹാർക്കീവിൽ ഇന്നലെ 1000-ലേറെ വിദ്യാർത്ഥികൾ, ഇന്ത്യൻ വിദ്യാർത്ഥികൾ, മലയാളികൾ അടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരെ ഏതെങ്കിലും തരത്തിൽ ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയോ, അതോ ഒഴിപ്പിച്ചു തുടങ്ങിയോ? എന്താണ് അവസ്ഥ? കിരൺ, നിലവിൽ ഹാർക്കീവിൽ നിന്നുള്ള ആളുകളെ എംബസിയുടെ നേതൃത്വത്തിലുള്ള ഒഴിപ്പിക്കൽ ദൗത്യം ആരംഭിച്ചിട്ടില്ല. മറിച്ച് സ്വന്തം നിലയിൽ തന്നെ ഹാർക്കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ള അറിയിപ്പായിരുന്നു നൽകിയിട്ടുള്ളത്. അതിനിടെയാണ് നിലവിൽ റഷ്യയുടെ സഹായത്തോടു കൂടി തന്നെ ഒഴിപ്പിക്കൽ നടപടികൾ നടത്താം എന്ന തരത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിച്ചത്. അതുപ്രകാരം നിലവിൽ യുക്രൈൻ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷാ കവചമായി ഉപയോഗിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് റഷ്യ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഹാർക്കീവ് പോലെയുള്ള പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരായ ആളുകളെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായ തരത്തിൽ തന്നെ ഒഴിപ്പിക്കുന്നതിന് റഷ്യൻ സേന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരു ഒഴിപ്പിക്കലിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. കാരണം ഇന്നലെ തന്നെ ഹാർക്കീവിൽ നിന്ന് നിരവധി കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ കാൽനടയായും അതോടൊപ്പം തന്നെ മെട്രോ വഴിയും എല്ലാം ട്രെയിൻ മാർഗവും എല്ലാം നഗരം വിടുവാനായി ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇവരിൽ പലർക്കും ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഷെല്ലാക്രമണങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് നഗരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ പല ആളുകളും മറ്റു ചില റെയിൽവേ സ്റ്റേഷനുകളിൽ ഒക്കെ അഭയം പ്രാപിച്ച പശ്ചാത്തലം ആണ് ഉള്ളത്. എന്നാൽ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഹാർക്കീവ് നഗരം ഈ ട്രെയിൻ മാർഗം
വിട്ടു പോകാനും സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഏറെ പേർ ഇന്നലെ നമ്മളോട് ഒരുപാട് പേർ സംസാരിച്ചിരുന്നു. കുറച്ച് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഇന്നലെ ട്രെയിനിൽ കയറാൻ കഴിഞ്ഞത്. അവർ രാത്രി അർദ്ധരാത്രിയോടുകൂടി പറഞ്ഞത് അവരുടെ ട്രെയിൻ ഹർക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിച്ചത്. അപ്പോഴും നൂറുകണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഹർക്യൂവിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരുടെ ഒരു അവസ്ഥ അവരെ ഇന്ന് അവരെ ഒഴിപ്പിക്കാൻ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള സംവിധാനം റഷ്യൻ സേന പൂർണ്ണമായി ഒരുക്കുമെന്ന് കരുതാമോ? കിരൺ, നിലവിലെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ റഷ്യൻ സേനയുടെ സഹായത്തോടെ ഇന്ത്യ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം നിലവിൽ ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കി കൊടുക്കുക എന്നത് റഷ്യയുടെ സഹായത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. റഷ്യ അത്തരത്തിൽ ഒരു ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടികൾ സ്വീകരിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ, അതായത് റഷ്യ സഹായം ഉറപ്പ് നൽകുന്നതിന് മുമ്പ് തന്നെ മോസ്കോയിലെ എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ റഷ്യ യുക്രൈൻ അതിർത്തിയിലേക്ക് പുറപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ആ ഒരു നിലപാട് ഇന്ത്യ വളരെ നേരത്തെ തന്നെ സ്വീകരിച്ചതാണ്. ഏതു വിധേനയും റഷ്യൻ അതിർത്തി വഴി ഇന്ത്യക്കാരായ ആളുകളെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കണം എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ വളരെ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ നടപടികൾ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. പക്ഷെ പ്രാദേശിക സമയത്തിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോഴും അവിടെ യുക്രൈനിലെ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ആക്രമണ സാധ്യത കൂടുതൽ ഉള്ള സമയം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് നിലയിലാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ സാധിക്കുക എന്നത് സംബന്ധിച്ച സംശയവുമുണ്ട്. കിരൺ, ശരി, KP അഭിലാഷാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ അവിടെ ഏകദേശം അർദ്ധരാത്രിയാണ്. 1 മണി 2 മണി സമയം മാത്രമേ അവിടെ ആയിട്ടുള്ളൂ. ഇന്ന് രാവിലെയോടുകൂടി മാത്രമേ എന്തെങ്കിലും ഒഴിപ്പിക്കൽ ദൗത്യങ്ങൾ സാധ്യമാവുകയുള്ളൂ. സ്വാഭാവികമായും ഈ രാത്രി കൂടി അവർക്ക് അവിടെ കഴിച്ചുകൂട്ടേണ്ടി വരും. എന്തായാലും റഷ്യൻ്റെ ഏകദേശം നിയന്ത്രണം ഹർക്കീവ് നഗരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന സ്ഥിതിക്ക് റഷ്യൻ സേനയുടെ ഈ ഉറപ്പുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ പൂർണ്ണമായും ആ പ്രദേശത്ത് നിന്ന് മാറ്റാൻ കഴിയും എന്ന് തന്നെ നമുക്ക് ഉറച്ച് പ്രതീക്ഷിക്കാം. യുക്രൈൻ രക്ഷാദൗത്യവുമായി ഓപ്പറേഷൻ ഗംഗയിലൂടെ ഇന്നലെ വരെ ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 3353 പേർ. സംഘർഷം തുടങ്ങിയത് മുതൽ 17,000 ഇന്ത്യക്കാർ യുക്രൈൻ വിട്ടതായി കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. അതേസമയം യുക്രൈനിൽ മരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്നലെ വരെ 15 വിമാനങ്ങളാണ് ഇന്ത്യയിലെത്തിയത്. 3353 ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിലേക്ക് മടങ്ങി. 1796 പേർ റൊമേനിയ വഴിയും 1126 പേർ ഹംഗറി വഴിയും തിരിച്ചെത്തി. 430 പേരാണ് പോളണ്ട് വഴി ഇന്ത്യയിലെത്തിയത്. സംഘർഷം തുടങ്ങിയതു മുതൽ 17,000 ഇന്ത്യക്കാർ യുക്രൈൻ വിട്ടതായാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിൽ യുക്രൈൻ ഖേദം അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയിലാണ് യുക്രൈൻ സ്ഥാനപതി സെർജി ക്ലിസിറ്റ്സ അനുശോചനം അറിയിച്ചത്. ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി നവീൻ ശേഖരപ്പയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അസുഖം ബാധിച്ചു മരിച്ച പഞ്ചാബ് സ്വദേശി ചന്ദൻ ജിൻഡാലിന്റെ മൃതദേഹവും നാട്ടിലെത്തിക്കാനാണ് ശ്രമം. ന്യൂസ് 18 ഡൽഹി. യുക്രൈനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളടക്കം 170 പേർ കൂടി ജന്മനാട്ടിൽ തിരിച്ചെത്തി. സംസ്ഥാന സർക്കാർ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്നാണ് ഇവരെ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. 3 മന്ത്രിമാർ ചേർന്ന് വിദ്യാർത്ഥികളെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ചൊവ്വാഴ്ച രാത്രിയും ഇന്നലെ പകലും ഡൽഹിയിലെത്തിയവരെയാണ് പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. 170 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ച ശേഷം ഇത്രയധികം വിദ്യാർത്ഥികളെ ഒരു വിമാനത്തിൽ സംസ്ഥാന സർക്കാർ എത്തിക്കുന്നത് ആദ്യമായാണ്. മന്ത്രിമാരായ പി രാജീവ്, VN വാസവൻ, KN ബാലഗോപാൽ, നോക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇവരെ സ്വീകരിച്ചു. ഹർക്കിവിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിന് അതിർത്തികളിൽ കാത്തിരിക്കുകയാണെന്ന് തിരികെ വന്നവർ പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെന്റ് കാരണം മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷേ ഇനി ഈസ്റ്റേൺ ഭാഗത്ത് കുറേ പിള്ളേർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഫുഡും വെള്ളവും ഇല്ലാതെ. കാർക്കീവ്, ഒഡേസ, സുമി ആ ഭാഗത്ത് അവർ ക്യാപ്ചർ ആയിട്ട് ഇരിക്കുക. അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. ഇപ്പോഴും ബോർഡറിൽ പെട്ട് കിടക്കുന്നവരുണ്ട്. അവർക്ക് ഹെൽപ്പ് വേണം.
യുദ്ധം രൂക്ഷമായി നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മലയാളികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കിഴക്കൻ മേഖലകളിലാണ് യുദ്ധം തീവ്രമായിട്ടുള്ളത്. അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നതിനാവശ്യം സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ന്യൂസ് 18 കൊച്ചി. യുദ്ധവാർത്തയ്ക്കിടെ യുക്രൈനുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിന്ന് ഒരു ശുഭവാർത്ത. യുദ്ധത്തിനു മുമ്പ് ഇന്ത്യയിലെത്തിയ യുക്രൈനിയൻ യുവതിയും ഇന്ത്യൻ യുവാവും വിവാഹിതരായി. റഷ്യൻ ആക്രമണത്തിന് ഒരു ദിവസം മുമ്പാണ് തെലങ്കാന സ്വദേശി പ്രതീകും ഉക്രൈൻ സ്വദേശിനി ല്യൂബോവും ഇന്ത്യയിലെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് ല്യൂബോവ് ഉക്രൈനിൽ വെച്ച് പ്രതീകിനെ കണ്ടുമുട്ടുകയായിരുന്നു. ആദ്യ കാഴ്ചയിലെ പ്രണയമാണ് ഇരുവരെയും ഒരുമിപ്പിച്ചത്. റഷ്യ ഉക്രൈനെ ആക്രമിച്ചതോടെ വിവാഹ പദ്ധതികൾ അവതാളത്തിലായി. ഇന്ത്യയിലെത്തിയ ഇവരെ പ്രതീകിന്റെ ബന്ധുക്കൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. പ്രതീകിന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടിൽ നടന്ന സൽക്കാരത്തിൽ പങ്കെടുത്തു. തുടർന്ന് ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിൽ ലളിതമായ വിവാഹം. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും താൽപര്യപ്രകാരം 2 ദിവസത്തിന് ശേഷം വീണ്ടും വിപുലമായ രീതിയിൽ വിവാഹം നടത്തി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഒരിക്കലും യുദ്ധം നേരിടേണ്ടി വരില്ല എന്ന യൂറോപ്പിന്റെ ആത്മവിശ്വാസമാണ് വ്ളാഡിമിർ പുടിൻ തകർത്തുകളഞ്ഞത്. ലോക പോലീസ് എന്ന അമേരിക്കയുടെ അപ്രമാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സൈനിക നടപടിക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും റൊമേനിയയുമായി ചേർന്ന് ഫ്രാൻസ് ആണവായുധ വാഹിനികൾ ഉപയോഗിച്ച് പരിശീലനം പ്രഖ്യാപിച്ചു. ഇതാണ് സൈപ്രസ് തീരത്ത് നങ്കൂരമിട്ട ഫ്രാൻസിന്റെ ആണവായുധ വിമാനവാഹിനി കപ്പൽ. കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്ത് 2 മാസത്തെ പരിശീലനത്തിന് എന്ന പേരിൽ എത്തിച്ചിരിക്കുന്ന കപ്പലിൽ 20 റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട്. എല്ലാം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളത്. സൈപ്രസ് തീരത്ത് ഇത് നങ്കൂരമിട്ടു എന്നതിലും വലിയ വാർത്ത റൊമാനിയയുമായി ചേർന്നുള്ള പരിശീലനമാണ്. യുക്രൈൻ അതിർത്തിയിൽ റൊമാനിയയുമായി ഇപ്പോൾ നടത്തുന്ന പരിശീലനം യുദ്ധത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. കഴിഞ്ഞയാഴ്ച ബാൾട്ടിക്കിൽ റഷ്യ ആണവായുധവാഹക ശേഷിയുള്ള വിമാനങ്ങളുമായി നടത്തിയ പരിശീലനത്തിനുള്ള മറുപടി മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസ് നൽകുന്നത്. പോളണ്ടിൽ അമേരിക്ക തുറന്ന പുതിയ സൈനിക ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നെങ്കിൽ ഇന്ന് ജർമ്മനിയിൽ നിന്നാണ് കാഴ്ച. യൂറോപ്പിനൊപ്പം അമേരിക്ക സൈനികമായി സജ്ജമായി കഴിഞ്ഞു എന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. അമേരിക്കൻ സൈനികർ വൻതോതിൽ ജർമ്മനിയിൽ വന്നിറങ്ങുന്നതിന്റെ ഈ ദൃശ്യങ്ങൾ മാത്രമല്ല യുദ്ധനീക്കങ്ങളിൽ ഉള്ളത്. റൊമേനിയയിലേക്ക് പുറപ്പെട്ട ബെൽജിയൻ സംഘവുമുണ്ട്. പടയൊരുക്കം യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, റഷ്യക്കുള്ളിൽ തന്നെ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവരെ നിർദാക്ഷിണ്യം ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയാണ് റഷ്യൻ പോലീസ്. വാർ ഡെസ്ക് ന്യൂസ് 18. യുക്രൈനിലുള്ള മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനാണ് ഹർജി നൽകിയത്. കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 2 അഭിഭാഷകരുടെ കുട്ടികളടക്കം യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതുകൂടാതെ നിരവധി മലയാളി വിദ്യാർത്ഥികളും അവിടെയുണ്ട്. ഇന്ത്യയിലെ യുക്രൈൻ സ്ഥാനപതിക്ക് നിർദ്ദേശം നൽകി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ ഇടപെടണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിദ്യാർത്ഥികൾ ഹംഗറി അതിർത്തി കഴിഞ്ഞതായി ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ഹർജിക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് കേസ് പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയത്. CPM സമ്മേളനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരള വികസന രേഖയിൽ CPM സംസ്ഥാന സമ്മേളനത്തിൽ ഇന്ന് ചർച്ച നടക്കും.
25 വർഷത്തെ സംസ്ഥാന വികസനം മുന്നിൽ കണ്ടാണ് CPM-ന്റെ വികസന രേഖ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും ഈ രേഖയിലുണ്ട്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് മറുപടി പറയും. കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറുപടി നൽകും. പോലീസിലെ കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരെക്കുറിച്ച് സർക്കാരിന് വിവരം ലഭിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനം. പോലീസിലെ കുഴപ്പക്കാരെ കണ്ടെത്താൻ ഇന്റലിജൻസ് സംവിധാനം ശക്തിപ്പെടുത്തണം. പ്രാദേശിക പാർട്ടി പ്രവർത്തകരോട് വളരെ മോശമായാണ് പോലീസ് ഇടപെടലെന്നും വിമർശനമുണ്ട്. പോലീസിനെതിരെ ഏറ്റവും അധികം വിമർശനം ഉയർന്നത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ്. കൽപ്പറ്റ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വീഴ്ച പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ അമ്പലപ്പുഴയെക്കുറിച്ച് പരാമർശമില്ല. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനാണ് ചേരുന്നത്. ശരണ്യ, ആദ്യം പോലീസിനെ സംബന്ധിച്ച വിമർശനം എന്തായിരുന്നു? ഏതെല്ലാം ജില്ലകളിൽ നിന്നായിരുന്നു വിമർശനം ഉയർന്നത്? പ്രധാനമായും ഏത് തരത്തിലുള്ള വിമർശനമായിരുന്നു? കിരൺ, സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുചർച്ചയിലാണ് പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നത്. ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും വിമർശനം ഉയർന്നു എന്നതാണ് വസ്തുത. അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉണ്ടായത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. പ്രധാനമായും ആക്ഷേപം ഉയർന്നത് പ്രാദേശിക പാർട്ടി പ്രവർത്തകരോടുള്ള പോലീസിന്റെ പെരുമാറ്റം വളരെ മോശമാണ് എന്നുള്ളതാണ് ഉയർന്ന ആക്ഷേപം. അതിനപ്പുറത്തേക്ക് പോലീസിലെ കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരെ കുറിച്ച് സർക്കാരിന് വിവരം ലഭിക്കുന്നില്ല എന്നാണ് വിമർശനം ഉയർന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ യഥാസമയം കണ്ടെത്തുകയോ നടപടിയെടുക്കാൻ കഴിയാതെ പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സർക്കാരിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. പൊതുസമൂഹത്തിൽ സർക്കാരിനെതിരെ മോശമായ ഒരു ചിത്രം ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു വിമർശനം. മാത്രമല്ല, കുഴപ്പക്കാരായ ഈ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ളതായിരുന്നു മറ്റൊരാവശ്യം ഉയർന്നത്. ഒപ്പം തന്നെ ഏറ്റവും അധികം വിമർശനം, അതായത് വിവിധയിടങ്ങളിൽ നിന്ന് പ്രധാനമായും ആരോഗ്യവകുപ്പിനെതിരെയും പോലീസിനെതിരെയും വിമർശനം ഉണ്ടാകുമെന്നായിരുന്നു നമ്മൾ കണക്ക് കൂട്ടിയത്. പക്ഷേ പോലീസിനെതിരെയായിരുന്നു ഏറ്റവും അധികം രൂക്ഷമായ വിമർശനം ഉണ്ടായത്. മറ്റൊന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ ഉള്ള ചില കാര്യങ്ങളാണ്. അതായത് കൽപ്പറ്റ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വീഴ്ച പ്രവർത്തന റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോൾ അമ്പലപ്പുഴയെക്കുറിച്ച് യാതൊരുവിധ പരാമർശവും റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, അമ്പലപ്പുഴയായിരുന്നു തെരഞ്ഞെടുപ്പ് വീഴ്ചയെ സംബന്ധിച്ച് ഏറ്റവും അധികം ആക്ഷേപം ഉയരുകയും കമ്മീഷനെ അടക്കം വെച്ച് സുധാകരനെതിരെ സംഘടനാ നടപടിയടക്കം എടുക്കുകയും ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു അമ്പലപ്പുഴ. സംസ്ഥാന തലത്തിൽ തന്നെ കമ്മീഷൻ വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അമ്പലപ്പുഴയെക്കുറിച്ച് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ കൽപ്പറ്റ ഉൾപ്പെടെ ഈ 5 മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് വീഴ്ച പരാമർശിക്കുമ്പോൾ അമ്പലപ്പുഴയെക്കുറിച്ച് പരാമർശമില്ല എന്നത് ശ്രദ്ധേയമാകുന്നു. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നടന്ന ആശ്വാസകരമല്ലാത്ത ചർച്ച പരിശോധിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച വിഭാഗീയ തലത്തിൽ ചർച്ച കേന്ദ്രീകൃതമായി വിഭാഗീയതയെ കേന്ദ്രീകരിച്ച ഒരു ചെറിയ സംശയം. സ്വാഭാവികമായും സംസ്ഥാന സമ്മേളനത്തിന്റെ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റിയാണ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, അതിന്മേൽ നടപടിയും വന്നു. അത്തരമൊരു വിവരം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു അതിനെക്കുറിച്ച് അങ്ങനെ ഒരു കമ്മീഷൻ വെച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കണ്ടെത്തലിനെ കുറിച്ചോ ഒന്നും ഒരു പരാമർശവും ഇല്ല എന്നാണോ? അതോ സുധാകരൻ കുറ്റക്കാരനാണെന്ന മട്ടില്ല കണ്ടെത്തൽ ആ തരത്തിൽ പരാമർശമില്ലെന്നാണോ? കിരൺ, അമ്പലപ്പുഴയിലെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അത് അത്തരത്തിൽ പരാമർശം ഉണ്ടാവുകയും ഒപ്പം തന്നെ അതിനകത്തും ആ രീതിയിൽ അപ്പോഴും വ്യക്തമാക്കിയിരുന്നത് സംഘടനാ നടപടിയിലേക്ക് CPM നീങ്ങിയത്, പാർട്ടി നീങ്ങിയത് സുധാകരന്റെ പ്രവർത്തന പാരമ്പര്യവും ഒപ്പം തന്നെ പാർട്ടിക്ക് നൽകിയ സേവനവും കണക്കിലെടുത്താണ് നടപടിയിലേക്ക് നീങ്ങിയത്. അതായത് ആ നടപടി ചുരുക്കിയത്, അതായത് നമുക്കറിയാം അത് ഒരു താക്കീതിലേക്ക് മാത്രമായിരുന്നു സുധാകരനെതിരെയുള്ള നടപടി ചുരുങ്ങിയത്. അതും തല്ലും തലോടലും എന്ന രീതിയിൽ തന്നെയായിരുന്നു പരാമർശം ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിലുള്ള പാരമ്പര്യവും പ്രവർത്തന സേവനങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് നടപടി ഇങ്ങനെ ചുരുങ്ങിയത്, ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയതെന്നുള്ള രീതിയിലായിരുന്നു അന്ന് പ്രവർത്തന റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഈ 5 മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള പുനഃപരിശോധനയും മറ്റു കാര്യങ്ങളും ഉണ്ടാവണം എന്നുള്ള വിമർശനം ഈ റിപ്പോർട്ടിലുണ്ട്. പക്ഷെ ആ റിപ്പോർട്ടിൽ അമ്പലപ്പുഴയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചോ വിമർശനമോ ഒന്നുമില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ഇന്നലെ നടന്ന പൊതുചർച്ചയിൽ ആലപ്പുഴയിൽ നിന്നും ഉള്ള പ്രതിനിധികൾ സുധാകരനെതിരെയോ അമ്പലപ്പുഴയെ സംബന്ധിച്ചോ യാതൊരു വിമർശനവും ഉയർത്തിയില്ല
എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം തലേദിവസം തന്നെ ഗ്രൂപ്പ് ചർച്ചയിൽ അത്തരം ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് അമ്പലപ്പുഴ വിഷയവോ അല്ലെങ്കിൽ ജി സുധാകരനെതിരെ ഉണ്ടായ ആക്ഷേപങ്ങളോ, നമുക്കറിയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ജി സുധാകരനെതിരെ ഉയർന്നത്. അത്തരം ആരോപണങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യേണ്ടതില്ല. അതായത് നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ കമ്മീഷനെ വെച്ച് റിപ്പോർട്ട് ചെയ്തതിനപ്പുറത്തേക്കും മറ്റ് പിന്നീടും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിലെ തന്നെ തീരുമാനം. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ അതായത് ഈ കൽപ്പറ്റ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നേരത്തെയും പരാമർശമുണ്ടായിരുന്നു. പക്ഷേ ഈ 5 മണ്ഡലങ്ങളുടെ പേര് തെരഞ്ഞെടുപ്പിൽ വീഴ്ച സംഭവിച്ചു എന്ന് എടുത്തു പറയുമ്പോൾ അക്കൂട്ടത്തിൽ അമ്പലപ്പുഴ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പല്ല ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയാണ്. അതിൽ സാധാരണ ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആലപ്പുഴയിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി ചർച്ച നീങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇടപെടുകയും പറയേണ്ടത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് കർശന സ്വഭാവത്തോടുകൂടി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ആ ഒരു ചർച്ച നടന്ന ചർച്ചയെക്കുറിച്ച് 14 ജില്ലാ സമ്മേളനങ്ങളെയും കുറിച്ചുള്ള വിലയിരുത്തൽ വരുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ സമ്മേളനത്തിൽ നടന്ന ചർച്ച അത് ആശ്വാസകരമല്ലായിരുന്നുവെന്നും അത് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാലും വരും ദിവസങ്ങളിൽ അന്വേഷണ കമ്മീഷൻ അടക്കം പ്രത്യേകിച്ച് 5 ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ശക്തമായ വിഭാഗീയ പ്രവർത്തനം സമ്മേളനത്തിൽ നടന്നുവെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നേതൃതലത്തിൽ വിഭാഗീയത ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിലും പാലക്കാടും വലിയ തോതിൽ വിഭാഗീയത നടന്നുവെന്നും അതിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ചില നേതാക്കളെ കേന്ദ്രീകരിച്ച് ചില നേതാക്കൾ തങ്ങൾക്ക് ചുറ്റും കേഡർമാരെ കേന്ദ്രീകരിക്കാനുള്ള സ്വഭാവം ഉണ്ടാകുന്നു. അത്തരം ഒരു പുതിയ രൂപത്തിലുള്ള വിഭാഗീയത അംഗീകരിക്കില്ല എന്ന കർശന നിലപാട് തന്നെയാണ് ആ സമ്മേളനത്തിൽ അദ്ദേഹം അത് പത്രസമ്മേളനത്തിലൂടെ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയും പാലക്കാടും അടക്കമുള്ള ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും കമ്മീഷൻ അടക്കം വെച്ചുള്ള പുനഃപരിശോധന ഉണ്ടാകും. ഒപ്പം ജില്ലാ സമ്മേളനത്തിലുള്ള ചർച്ചയെക്കുറിച്ച് പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പുതിയ വാർത്ത. ശരണ്യ സ്നേഹജനാണ് CPM സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ നൽകിയത്. യുവാക്കളെയും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കാൻ ആലോചന. 75 വയസ്സെന്ന മാനദണ്ഡം ബാധകമായവർക്ക് പുറമെ ചില മുതിർന്ന നേതാക്കളെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം തൃപ്തികരമല്ലെന്ന വിമർശനം സംഘടനാ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പാർട്ടി സെന്ററായി പ്രവർത്തിക്കുന്ന നേതാക്കൾ പോലും ചുമതല വേണ്ടവിധം നിറവേറ്റുന്നില്ലെന്നായിരുന്നു വിമർശനം. ഇതുകൂടി പരിഗണിച്ചാണ് സെക്രട്ടേറിയറ്റിൽ വലിയ മാറ്റത്തിനുള്ള ആലോചന. ആനത്തലവട്ടം ആനന്ദൻ, P. കരുണാകരൻ, KJ തോമസ്, MM മണി എന്നിവർ പ്രായപരിധി മാനദണ്ഡത്തിന്റെ പേരിൽ ഒഴിവാകും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P. കരുണാകരനും വൈക്കം വിശ്വനും 75 വയസ്സ് പിന്നിട്ടവരാണ്. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, A. വിജയരാഘവൻ എന്നിവർ സെക്രട്ടേറിയറ്റിൽ തുടരും. PK ശ്രീമതി, EP ജയരാജൻ, AK ബാലൻ, MV ഗോവിന്ദൻ എന്നിവരിൽ ചിലരെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റിയേക്കാം. ഒഴിവാക്കപ്പെട്ടാലും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെന്ന നിലയിൽ ഇവർക്ക് സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാനാകും. മുതിർന്ന നേതാവും കൺട്രോൾ കമ്മീഷൻ ചെയർമാനുമായ M. വിജയകുമാർ ആനത്തലവട്ടത്തിന്റെ ഒഴിവിൽ സെക്രട്ടേറിയറ്റിലെത്താൻ സാധ്യതയുണ്ട്. വനിതകളിൽ J. മേഴ്സിക്കുട്ടിയമ്മ, CS സുജാത എന്നിവരിൽ ഒരാൾ പരിഗണിക്കപ്പെട്ടേക്കാം. മന്ത്രിമാരിൽ സജി ചെറിയാനേക്കാൾ സാധ്യത VN വാസവനാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ സെക്രട്ടേറിയറ്റിലെത്തിയേക്കും. യുവപ്രതിനിധിയായി M. സ്വരാജിനെ പരിഗണിക്കണമെന്ന അഭിപ്രായമുള്ളവരും പാർട്ടിയിലുണ്ട്. P. ശ്രീരാമകൃഷ്ണനും പരിഗണനയിലുണ്ട്. കോഴിക്കോട് നിന്ന് TP രാമകൃഷ്ണൻ ഒഴിവാകുകയാണെങ്കിൽ P. മോഹനൻ കമ്മിറ്റിയിലെത്തും. കണ്ണൂരിൽ നിന്ന് 5 പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ചിലരെ ഒഴിവാക്കി ജില്ലാ സെക്രട്ടറി MV ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയേറെയാണ്. P. ജയരാജൻ ഇത്തവണയും പരിഗണിക്കപ്പെടാനിടയില്ല. VV അരുൺ, News 18, കൊച്ചി. CPM സംസ്ഥാന സമ്മേളനം സമഗ്ര കവറേജുമായി News 18 കേരളം.
ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റി ചെലവഴിച്ചെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ ലോകായുക്ത ഇന്ന് തുടർവാദം കേൾക്കും. മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന് വ്യക്തിപരമായി മന്ത്രിമാർ ഉത്തരവാദികളാകുമോ എന്ന് കഴിഞ്ഞ തവണ വാദം കേൾക്കവേ ലോകായുക്ത ചോദിച്ചിരുന്നു. മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടിയാണ് ധനസഹായം അനുവദിച്ചതെന്നും മന്ത്രിസഭാ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലെന്നും സ്വജനപക്ഷപാതം കാട്ടി പണം അനുവദിച്ചിട്ടില്ലെന്നുമാണ് സർക്കാർ വാദം. എന്നാൽ സംസ്ഥാന സ്വത്തിന്റെ ട്രസ്റ്റി എന്ന നിലയിൽ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം ദുർവിനിയോഗം നടത്തിയാൽ ചോദ്യം ചെയ്യാമെന്നും അതിന്റെ മന്ത്രിമാർ ഉത്തരവാദികളാണെന്നുമുള്ള കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരന്റെ എതിർവാദം. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് എന്നിവരാണ് വാദം കേൾക്കുക. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശിൽ 6ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 10 ജില്ലകളിലെ 57 മണ്ഡലങ്ങളാണ് ഇന്ന് വിധി എഴുതുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ 670 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഗോരഖ്പൂരിൽ നിന്നാണ് യോഗി മത്സരിക്കുന്നത്. സമാജ്വാദി പാർട്ടി നേതാവ് ശുഭാവതി ശുക്ലയാണ് എതിരാളി. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും മത്സരത്തിലുണ്ട്. ഖജനി മണ്ഡലത്തിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രി ശ്രീറാം ചൗഹാനും ഫാസിൽ നഗറിൽ നിന്ന് BJPയിൽ നിന്ന് രാജിവെച്ച മുൻ മന്ത്രി സ്വാമി പ്രസാദ് മൗര്യയും ജനവിധി തേടുന്നുണ്ട്. സംസ്ഥാന മന്ത്രിമാരായ സൂര്യപ്രതാപ് സാഹി, ആനന്ദ് സ്വരൂപ് ശുക്ല, ഗിരീഷ് ചന്ദ്ര യാദവ് എന്നിവരും സ്ഥാനാർത്ഥികളായുണ്ട്. 2 പെൺമക്കളുടെ മരണത്തിൽ നീതിക്കായി പോരാടുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ ജീവിതകഥ പുസ്തകമാകുന്നു. 13 വയസ്സ് മുതൽ ഇതുവരെ നേരിടേണ്ടി വന്ന അനുഭവങ്ങളും പെൺകുട്ടിയുടെ മരണവും അതിനുശേഷമുള്ള പ്രതിസന്ധിയുമെല്ലാം തുറന്നു പറയുന്നതാണ് പുസ്തകം. 2ാമത്തെ മകളുടെ 5ാം ചരമവാർഷികമായ നാളെ വാളയാറിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്യും. ഞാൻ വാളയാറമ്മ. ഈ പേരിലാണ് പുസ്തകം പുറത്തിറങ്ങുന്നത്. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളെല്ലാം തുറന്നു പറയുന്നുണ്ട് പുസ്തകത്തിൽ. എൻ്റെ 13 വയസ്സ് മുതലുള്ള തുടങ്ങി എൻ്റെ അറിവ് വെച്ച കാലം മുതൽ തുടങ്ങി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നരകങ്ങളും നല്ലതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള എൻ്റെ ചരിത്രം തന്നെയാണ് ബുക്കിൽ എഴുതിയിട്ടുള്ളത്. ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതിലെന്താ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് ബുക്കിൽ പ്രിന്റ് ചെയ്ത് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പെൺമക്കളുടെ മരണം വല്ലാതെ തളർത്തിയിട്ടുണ്ട് ഈ അമ്മയെ. ആ വേദനയിൽ നീറിക്കഴിയുമ്പോഴാണ് ഇരട്ടി വേദനയായി സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തലുകൾ ഉയരുന്നത്. അതിനെല്ലാം പുസ്തകത്തിലൂടെ മറുപടി പറയുകയാണ്. വർക്കിനെ കുറിച്ച് വാർക്കപ്പണി പറയുമ്പം പുലർച്ചെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 6-7 മണിയൊക്കെ നമ്മൾ തിരിച്ചു വരും. അപ്പം നമ്മുടെ അങ്ങനെയുള്ള കഷ്ടപ്പാടുകളെല്ലാം വാർക്കപ്പണിക്ക് പോകുന്ന വ്യക്തികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലാത്തവർക്ക് അറിയില്ല. അപ്പം അങ്ങനെ നമ്മൾ മക്കളെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നവർക്ക് അവരോട് നമ്മൾക്ക് പറയാൻ കിട്ടിയൊരു അവസരം. കണ്ണൂർ സ്വദേശിനിയായ വിനീത അനിലാണ് വാളയാർ അമ്മയുടെ ജീവിതകഥ തയ്യാറാക്കിയിട്ടുള്ളത്. കൈരളി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയോടൊപ്പം നിന്ന പാപ്പാനെ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചു. ഇത് കണ്ട ആന വിരണ്ടോടിയെങ്കിലും വേഗം തളച്ചതിനാൽ കാര്യമായ അപകടമുണ്ടായില്ല. എറണാകുളം വൈപ്പിൻ അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ പള്ളിവേട്ടയ്ക്ക് കൊണ്ടുവന്ന ആനയുടെ പാപ്പാനെയാണ് സ്കൂട്ടർ ഇടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഉത്സവത്തിനായി കൊണ്ടുവന്ന ആനയെ ലോറിയിൽ നിന്ന് ഇറക്കി ചങ്ങലയിടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പാപ്പാന്റെ പരിക്ക് ഗുരുതരമല്ല. ഒരേ സമയം 288 ഗായകർ ചേർന്ന് ഓൺലൈനിലൂടെ ഗാനം ആലപിച്ചതിലൂടെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കുന്നതിന്റെ നിറവിലാണ് തിരുവനന്തപുരത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന. CET എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ CETയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് നയിച്ചത്. 14 ഗാനങ്ങൾ 58 മിനിറ്റ് തുടർച്ചയായി ആലപിച്ചായിരുന്നു ഗിന്നസ് റെക്കോർഡ് നേട്ടം. ലോകസമാധാനം, ദേശസ്നേഹം, സാഹോദര്യം എന്നിവയുടെ ആശയം ഉൾക്കൊണ്ട ഗാനങ്ങൾ 18 രാജ്യങ്ങളിൽ നിന്നായി 288 പേർ സൂം വഴി ഒരുമിച്ച് ആലപിക്കുകയായിരുന്നു. നേരത്തെ 55 പേർ ഓൺലൈനിലൂടെ ഒരുമിച്ച് പാടിയ മറ്റൊരു സംഘടനയുടെ റെക്കോർഡാണ് ഇതിലൂടെ തിരുത്തിയത്. GWRന്റെ ഒരു പ്രതിനിധി, അഡ്ജുഡിക്കേറ്റർ പ്ലസ് 2 ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ്സുമാരുണ്ട്. അവരെല്ലാവരും ഈ ദുബായിലിരുന്നാണ് ഇത് വിധി നിർവഹിച്ചത്. ഞങ്ങൾ 288 പേരും അത് പാടി പൂർത്തിയാക്കി. അങ്ങനെ നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചായിട്ട് അപ്പോൾ തന്നെ
അവർ അനൗൺസ് ചെയ്തു. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിലെ പാട്ടുകളാണ് പാടിയത്. സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പ്രേമചന്ദ്ര ഭാസിന്റെ മേൽനോട്ടത്തിൽ 18 ടീം ലീഡർമാരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സീറ്റയുടെ UAE ചാർട്ടർ പ്രസിഡന്റ് കൃഷ്ണകുമാർ ഏറ്റുവാങ്ങി. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് സാമ്പത്തിക സഹായം നൽകിയതിലൂടെ നേരത്തെയും ശ്രദ്ധ നേടിയിട്ടുണ്ട് സീറ്റ. ന്യൂസ് 18 തിരുവനന്തപുരം. യുക്രൈനിൽ റഷ്യൻ ആക്രമണം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രാത്രിയിലും കീവിൽ അതിരൂക്ഷമായ ആക്രമണം തുടർന്ന റഷ്യൻ സേന. ജനങ്ങളോട് ഷെൽട്ടറിന് പുറത്തിറങ്ങരുതെന്ന് ആവർത്തിച്ച് നിർദ്ദേശം നൽകുകയാണ് യുക്രൈൻ. Разберем чехол на ваш телефон. Ебать, красавчик, чего? Следующую! Саша, давай! Мама девушка. Ложись. Нихуя себе! Ебать! Ёб твою мать! Бля! Это аж возле нас! Ёбаный в рот! Сука! Не вылазь! Где-то возле нас хитанули. Не видно. Блядь, а что вы там не стояли, когда пацаны подошли? Сука, горите вы нахуй в аду. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിനായി റഷ്യ ആക്രമണം നിർത്തണമെന്ന് യുക്രൈൻ. ജനവാസ മേഖലയിൽ ആക്രമണം നടത്തുന്നതിനാലാണ് ഒഴിപ്പിക്കൽ സാധ്യമാകാത്തതെന്നും യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിനാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന രാജ്യങ്ങൾ റഷ്യയോട് വെടിനിർത്താൻ ആവശ്യപ്പെടണമെന്നാണ് യുക്രൈൻ ആവശ്യപ്പെടുന്നത്. അതേസമയം യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുമായി സ്വകാര്യ വിമാനങ്ങളടക്കം 15 വിമാനങ്ങൾ ഇന്നെത്തും. വിവരങ്ങളുമായി KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാനാവുക? കിരൺ, ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ചത്. അതിന് പിന്നാലെ മോസ്കോയിൽ നിന്ന് ഉണ്ടായ പ്രതികരണം എന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നതിന് പൂർണ്ണമായ സഹകരണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. സൈന്യത്തിന്റെ സഹായത്തോടു കൂടി തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ യുക്രൈനിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന് സാധിക്കും. അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ യുക്രൈൻ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ മനുഷ്യ കവചമായി ഉപയോഗപ്പെടുത്തുകയാണ് എന്ന തരത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈന്റെ മറുപടി എന്ന നിലയിൽ തന്നെ ഈ വിഷയത്തിന്മേൽ പ്രതികരണം ഉണ്ടാകുന്നത്. യുക്രൈനിലുള്ള മുഴുവൻ വിദേശ വിദ്യാർത്ഥികളെയും ഒഴിപ്പിക്കാൻ യുക്രൈൻ തയ്യാറാണ്. എന്നാൽ റഷ്യയാണ് അവരെ ബന്ദികളാക്കി വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉള്ളവർ തുടരുന്ന മേഖലകളിൽ കാർക്കീവ്, സുമി പോലെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരം റഷ്യ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആക്രമണം തുടരുമ്പോൾ ഇവിടെ നിന്ന് പലായനം ചെയ്യുക എന്നത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് തന്നെ വിദേശ വിദ്യാർത്ഥികളായവർക്ക് പുറത്തേക്ക് പോകുവാനുള്ള നിർദ്ദേശം നൽകാൻ യുക്രൈൻ സർക്കാരിന് സാധിക്കുമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ യുക്രൈൻ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ഏറ്റവും സുരക്ഷിതമായി തന്നെ അവരുടെ ജന്മസ്ഥലത്തേക്ക് തിരികെ എത്തിക്കുവാനാണ് യുക്രൈൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ട അവസരം നൽകേണ്ടത് റഷ്യയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സുമി, കാർക്കീവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റഷ്യ വെടിനിർത്തുകയാണെങ്കിൽ യുക്രൈൻ തന്നെ ഈ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റാൻ ഒരുക്കമാണ് എന്നാണ് ഇപ്പോൾ യുക്രൈൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വിദേശ വിദ്യാർത്ഥികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കൂടി എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കിരൺ. കാരണം ഇന്നലെ റഷ്യ പറഞ്ഞത് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ അടക്കം മനുഷ്യ കവചമാക്കിക്കൊണ്ട് യുദ്ധത്തെ പ്രതിരോധിക്കാനാണ് യുക്രൈൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു. എന്നാൽ യുക്രൈൻ ഇപ്പോൾ അതിനെ തിരിച്ചടിക്കുന്നു. റഷ്യയാണ് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ബന്ദികളാക്കി വെച്ചിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന മേഖലയിൽ, ജനവാസ മേഖലകളിൽ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. അത് അവസാനിപ്പിക്കുവാൻ ഇന്ത്യയും ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയോട് ആവശ്യപ്പെടണം. ഈ മാനുഷിക പരിഗണന വെച്ചുകൊണ്ടും ഒരു മാനുഷിക കോറിഡോർ നൽകുന്നതിനുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടണം എന്നാണ് ഇപ്പോൾ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നിർദ്ദേശം. എന്തായാലും
വരും മണിക്കൂറുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒഴിപ്പിക്കൽ നടപടികൾ ഏറ്റവും ഊർജിതമാക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ പിന്തുണ, സൈന്യത്തിന്റെ പിന്തുണ ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലകളിൽ നിന്ന് വിദ്യാർത്ഥികളെ നീക്കുക എന്നത് റഷ്യയിലേക്ക് നീക്കുക എന്നതാണ് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും സൗകര്യപ്രദമായ പോംവഴി. അത് ഇന്ത്യ പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും റഷ്യ ഒരുക്കി നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളതിനാൽ ഇന്ന് തന്നെ അത്തരം നടപടികൾ ഉണ്ടാകും എന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതോടൊപ്പമാണ് ഇന്ന് 15 വിമാനങ്ങൾ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലേക്ക് എത്തുന്ന വിമാനങ്ങളിൽ 9 എണ്ണം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൽ വ്യോമസേനയുടെ വിമാനം അടക്കം ഇപ്പോൾ ഹിൻഡൻ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ തന്നെയാണ് ഇപ്പോഴും ഈ എത്തുന്ന സംഘങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായി തന്നെ ഇന്ന് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യും. കിരൺ, അതോടൊപ്പം തന്നെ കൂടുതൽ വിമാനങ്ങൾ അവിടെ കയക്കാനും ആളുകളെ മടക്കിക്കൊണ്ടുള്ള ശ്രമവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ ഇന്ന് വരുന്നത്? ഈ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കിരൺ, നിലവിൽ തന്നെ 3 ദിവസത്തിനകം 26 വിമാനങ്ങൾ ഈ യുക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് അയക്കും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 48 വിമാനങ്ങൾ വരെ നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആകാശപാതയിലെ തിരക്കുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും ഇത്തരം വിമാന സർവീസുകൾ ഇനി അടിയന്തരമായി നടത്തുക. അതോടൊപ്പം അതിർത്തി മേഖലകളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം, അവർക്കായി എത്ര വിമാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങൾ കൂടി കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായും ഈ പട്ടിക തയ്യാറാക്കുക. എന്നാൽ ഇപ്പോൾ ഈ 15 വിമാനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ റൊമേനിയയിൽ നിന്നാണ് 7 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഹംഗറിയിൽ നിന്ന് 4 വിമാനങ്ങൾ, പോളണ്ടിൽ നിന്ന് 3 യാത്രാ വിമാനങ്ങൾ, സ്ലോവാക്യയിൽ നിന്ന് 1 വിമാനം എന്നിങ്ങനെയാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി കൂടുതൽ വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക്, ഹംഗറിയിലേക്കും പോളണ്ടിലേക്കും സ്ലോവാക്യയിലേക്കും അടക്കം പുറപ്പെടുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെയാണ് വ്യോമസേനാ വിമാനങ്ങൾ ഈ C-17 ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന വിമാനങ്ങൾ. നിലവിൽ 3 വിമാനങ്ങൾ ഇനിയും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് വീണ്ടും എയർഫോഴ്സ് വിമാനങ്ങൾ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി പുറപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഡൽഹിയിൽ മാത്രം ഇന്ന് 12 മണിക്ക് ശേഷം പുലർച്ചെ എത്തിയ വിമാനത്തിൽ 26 മലയാളികൾ നിലവിൽ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. റൊമേനിയയിൽ നിന്ന് വന്ന വിമാനത്തിലാണ് ഇപ്പോൾ 26 മലയാളികൾ ഉള്ളത്. അവരെ ഡൽഹിയിൽ നിന്ന് അനുയോജ്യമായ സമയത്ത് വിമാനങ്ങൾ കേരളത്തിലേക്കുണ്ട് എങ്കിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സാഹചര്യം തന്നെയില്ല. കേരളത്തിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും ഡൽഹി വിമാനത്താവളത്തിലുണ്ട്. അവർ ടിക്കറ്റ് എടുത്തു നൽകി അപ്പോൾ തന്നെ കേരളത്തിലേക്ക് അയക്കുന്ന സജ്ജീകരണങ്ങളും തുടരുകയാണ്. കിരൺ, ശരി. KP അഭിലാഷാണ് വിമാന സർവീസുകൾ സംബന്ധിച്ച്, രക്ഷാദൗത്യം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. इसने घर मैसेज दी, show your face to them. And similarly is from Amritsar. We go down when we have अरे इधर आओ, इधर आओ, इधर आओ, इधर आओ. Ебать, опять сейчас! Разберем чехол на ваш телефон. Ебать, красавчик, чехол, следующую! Саша, давай! Мама девушка. Ложись. Нихуя себе! Ебать! Ёб твою мать! Бля! Это аж возле нас! Ёбаный в рот! Сука! Не вылазь! Где-то возле нас хитанули. Не видно. Блядь, хорошо, вы там не стояли когда. Пацаны, подожди. Сука, горите вы нахуй в аду. Ебать, опять сейчас!
യുക്രൈനിൽ കനത്ത യുദ്ധം തുടരുകയാണ്. കീവിലും ഹർക്കീവിലുമെല്ലാം കനത്ത ഷെല്ലിങ്ങും ബോംബിങ്ങും എല്ലാം നടക്കുകയാണ്. അതിൻ്റെ പുതിയ ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കീവിലേക്കുള്ള സൈനിക നീക്കവും റഷ്യ ശക്തമാക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് കനത്ത യുദ്ധം നടക്കുന്നു, മറുഭാഗത്തു കൂടി നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇരു രാജ്യവും അതിന് ഇപ്പോൾ സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരസ്പരം കുറ്റം പറയുമ്പോഴും റഷ്യ പറയുന്നത് യുക്രൈൻ ഈ വിദ്യാർത്ഥികളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നെന്നും യുക്രൈൻ പറയുന്നത് അങ്ങനെയല്ല, റഷ്യ ആക്രമണം നിർത്താത്തത് കൊണ്ടാണ് കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തതെന്നുമാണ്. എന്തായാലും രണ്ട് രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെ ഉണ്ടായി. അതിൽ ഒരു ഫലമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.